بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പിലെയും മറ്റുള്ള ഇബാദത്തുകളിലെയും ന്യൂനതകളൊക്കെ പരിഹരിച്ച് ആഖിറത്തിൽ നമ്മുടെ മീസാനിൽ കണ്ടൂങ്ങുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മുടെ റിസ്ക് എന്നുള്ളത്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യന് ആവശ്യമായ കാര്യം എന്തൊക്കെയാണ്, അതൊക്കെ റിസ്ക്കാണ്. എല്ലാം അതിലൊരു വിശാലത കിട്ടുക, അതിലൊരു അഭിവൃദ്ധി ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും സമയം ചിലവഴിക്കുന്നതും ആരോഗ്യം ചിലവഴിക്കുന്നതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ റിസ്ക്കിൽ അള്ളാഹു ബർക്കത്ത് നൽകാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ. റിസ്ക്കിൽ ബർക്കത്ത് ഇട്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചത് എന്താണോ അത് കിട്ടും. പക്ഷെ അത് സുഭിക്ഷമായിട്ട് ഉപയോഗിക്കാൻ കഴിയും, പ്രയാസപ്പെടേണ്ടി വരില്ല. കിട്ടിയത് തേച്ചപ്പാട് മതിയാകാത്ത രൂപം ഉണ്ടാവില്ല. കിട്ടിയത് എന്താണോ അതിൽ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ബർക്കത്ത്. അതാണ് കുറേ കിട്ടലല്ല, കിട്ടിയതിൽ ഖൈറുണ്ടാവുക. അത് ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം തഖ്വ, തഖ്വയോടെ ജീവിക്കുക, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുക. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു പറഞ്ഞതാണ്. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറായ, അഥവാ അല്ലാഹനെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായ, യജ്അൽ ലഹു മഖ്റജ, എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹുവിന് പരിഹാരം കണ്ടെത്തും. വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, അങ്ങനെ തന്നെ അല്ലാഹു പറഞ്ഞു. അവൻ പോലും വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റിസ്ക് കൊടുക്കും. അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ല, അവൻ ആ ഭാഗം ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആവശ്യമുള്ളത് അതത് സമയത്ത് അല്ലാഹു എത്തിച്ചുകൊടുക്കും. അതാ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവൻ പോലും വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു അവന് റിസ്ക് കൊടുക്കും. എവിടെയാണെങ്കിലും, നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും തഖ്വ, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുക. അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഖ്വ എന്നുള്ളത് അല്ലാഹു ഹറാമാക്കിയതിനെ ഹറാമായി കാണുക, അല്ലാഹു ഹലാലാക്കിയതിനെ ഹലാലായി കാണുക. പിന്നെ അൽ ഖനാഅത്തു ബിൽ ഖലീൽ, എന്താണോ അല്ലാഹു നൽകിയത്, കിട്ടിയത്, അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് അല്ലാഹു റിസ്ക് നൽകുക, അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മരണത്തിന് വേണ്ടി ഏത് സമയത്തും തയ്യാറാവുക. അതാണ് തഖ്വ. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഏത് ഭാഗത്തും നാം പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ റിസ്ക്കിൽ അല്ലാഹു ബർക്കത്ത് നൽകും. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, അല്ലാഹു പറയാണ് വലൗ അന്ന അഹ്ലൽ ഖുറ, ആ നാട്ടുകാർ, ആമനു, അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ, വത്തഖൗ, അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചിരുന്നെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് നാം അവർക്ക് ബർക്കത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണ്? തഖ്വയുള്ളവരാവുക, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക ഏത് മേഖലയിൽ. ഒന്നാമത്തേത് തഖ്വ. 2 കത്റത്തുൽ ഇസ്തിഗ്ഫാരി വത്തൗബ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ അധികരിക്കുന്നുവോ അത്ര കണ്ട് ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും.
അള്ളാഹു സൂറത്ത് നൂഹിൽ فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. ഇന്നഹു കാന ഗഫാറ, അള്ളാഹു ഏറെ പുറത്തു നൽകുന്നവനാണ്. അത് മാത്രമല്ല, ഇസ്തിഗ്ഫാർ ചെയ്താൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. അല്ലാഹു പറഞ്ഞ വാക്കാണ്. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അവൻ നിങ്ങൾക്ക് മഴ വർഷിക്കും. ഒരു ഭൂമിയിൽ ബർക്കത്തിന്റെ ഒരു അടയാളാണ് മഴ. വയുംദിദുകും, അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തും. ബിഅംവാലിൻ വബനീൻ, സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും അള്ളാഹു നിങ്ങളെ ശക്തിപ്പെടുത്തും. വയജഅൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരും, കൃഷികൾ. വഅൻഹാറ, അവൻ പുഴകളും നദികളും നിങ്ങൾക്ക് സജ്ജമാക്കി തരും. ഇതൊക്കെ ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടമാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടോ, ഖൈറുകൾ അധികരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇസ്തിഗ്ഫാർ ആക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിച്ചാൽ, ഏത് സമയത്തും ഇസ്തിഗ്ഫാർ ചെയ്താൽ ചില കാര്യങ്ങൾ അല്ലാഹു അവന് ചെയ്തു കൊടുക്കും. ഒന്ന്, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖറജ, അവന്റെ എല്ലാ കുടിസതകളിൽ നിന്നും അല്ലാഹു അവനൊരു പോവഴി കൊടുക്കും ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ. അതുപോലെ തന്നെ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ എല്ലാ മനപ്രയാസത്തിൽ നിന്നും അല്ലാഹു അവനൊരു തുറന്നു കൊടുക്കും. ഹമ്മ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയാണ്. ഒന്ന് ഹുസ്ന്, രണ്ട് ഹമ്മ്. ഹുസ്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുക. സങ്കടം എന്ന് പറയും. നമ്മൾ ഹുസ്നിന്റെ അർത്ഥം സങ്കടം എന്ന് പറയും. കഴിഞ്ഞു പോയത് ആലോചിച്ച് സങ്കടപ്പെടുക. ഹമ്മ് എന്ന് പറഞ്ഞാൽ നേരെ എതിര്, വരാനിരിക്കുന്നത് ആലോചിച്ച് ഇങ്ങനെ ഇടങ്ങാറാവുക. ചില ആൾക്കാരുണ്ട്, നാളെ എന്താവും, നാളെ എന്ത് സംഭവിക്കും, എൻ്റെ കുടുംബത്തിന് എന്താവും, എൻ്റെ മക്കൾക്ക് എന്താവും, അതിങ്ങനെ ആലോചിച്ച് മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്ന ആൾക്കാരുണ്ട്. അത് അല്ലാഹുവിന്റെ വാഗ്ദത്ത പരീക്ഷയാണ് ഹമ്മ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ ഹമ്മിൽ നിന്നും ഹസനിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. അത് ഒരു ഭയങ്കര രോഗമാണ്. അത് ഹമ്മ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ പ്രയാസം അനുഭവിക്കാം. ആള് സുഖത്തിൽ ജീവിച്ചിട്ടുണ്ടാവും, പക്ഷെ നാളത്തെ ആലോചിച്ചിട്ട് മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന ആൾക്കാർ. മറ്റത് ഹസനൻ, കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർ. അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഇസ്തിആദത്ത് നടത്തിയിട്ടുണ്ട്, അഭയം തേടിയിട്ടുണ്ട്. അപ്പം വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാവിധ മനപ്രയാസത്തിൽ നിന്നും അല്ലാഹു അവന് വിടുതി കൊടുക്കും ഇസ്തിഗ്ഫാർ തുടർത്തിയാൽ. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റിസ്ക് കൊടുക്കും. റിസ്ക് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലാഹു ഏർപ്പാടാക്കി കൊടുക്കും. ഇപ്പൊ രണ്ടാമത്തെ കാര്യം ഇസ്തിഗ്ഫാർ. നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ട് വേണ്ട കാര്യമാണ്. ഒരു പ്രയാസം ദുനിയാവിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യം ഉണ്ടാവില്ല. ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഖിറത്തെ മറന്ന് അള്ളാനെ മറന്ന് നിസ്കാരത്തിന്റെ ജമാഅത്തുകളൊക്കെ നഷ്ടപ്പെടുത്തി ഇബാദത്തുകളില്ലാതെ ദുനിയാവിന്റെ പുറകെ ഓടേണ്ടി വരൂല. അള്ളാഹു എല്ലാം ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു നൽകും. അതാണ് ബർക്കത്ത്. എല്ലാം ആവശ്യത്തിനനുസരിച്ച് കിട്ടും, പ്രയാസപ്പെടേണ്ടി വരൂല. മൂന്നാമത്തത് സിദ്ഖു തവക്കുലി അലല്ലാഹ്, എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കും. തവക്കുൽ, എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. സത്യസന്ധമായ തവക്കുൽ അവന്റെ മനസ്സിലുണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു അത്തയ്റ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയ, എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു റിസ്ക് നൽകും. ഏതുപോലെ? കമാ യർസുഖു അത്തയ്റ, പക്ഷികൾക്ക് അല്ലാഹു റിസ്ക് നൽകുന്നത് പോലെ. റസൂൽ ഉപമിച്ചതാണ്. പക്ഷികൾക്ക് അല്ലാഹു എങ്ങനെയാണോ റിസ്ക് നൽകുന്നത്, അതേപോലെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന, പക്ഷികൾ നാളത്തത് ചിന്തിച്ചവർ ഇടങ്ങാറാവില്ല, ബുദ്ധിമുട്ടൂല. രാവിലെ തഗ്ദു ഖിമാസ, രാവിലെ കൂട്ടിൽ നിന്നും പുറപ്പെടും, പൊട്ടിയ വയറുമായിട്ട്, കാലി വയറുമായിട്ട് കൂട്ടിൽ നിന്നും പുറപ്പെടും. വതറൂഹു ബിതാന, വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് നിറവയറുമായിട്ടാണ്.
അതാണ് പക്ഷികളുടെ തവക്കുൽ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റിസ്ക് നൽകും യഥാർത്ഥ രൂപത്തിൽ തവക്കുലാക്കിയ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹു പറഞ്ഞ വാക്കാണ്. വമൻ യതവക്കൽ അലല്ലാഹ്, ആരാണ് അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്നത്. രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവേ ഇന്നത്തെ ദിവസം നിന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അദ്കാർ സബഹൊക്കെ ചൊല്ലി ഒരാൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവനെ ആ ദിവസം അല്ലാഹുവിനെ ഏൽപ്പിക്കാൻ. വമൻ യതവക്കൽ അലല്ലാഹ്, ആരാണോ അല്ലാഹുവിലേക്ക് തവക്കുലാക്കുന്നത്, അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുന്നത്, ഫഹുവ ഹസ്ബുഹു, ഏത് രീതിയിലും അല്ലാഹു അവന് മതിയായവനാണ്. മൂന്നാമത്തത് തവക്കുൽ. ഒന്ന് തഖ്വ, രണ്ട് ഇസ്തിഗ്ഫാർ, മൂന്ന് തവക്കുൽ. ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ പിറകെ അധികം ഓടേണ്ടി വരില്ല. നമ്മുടെ ആരോഗ്യവും ആയുസ്സും ഇങ്ങനെ നഷ്ടപ്പെടുത്തേണ്ടി വരില്ല. അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ എത്തിച്ചേരും. അല്ലാഹുവിന്റെ നസ്സാണ് അല്ലേ? വയർസുഖു മിൻ ഹൈതു ലാ യഹ്തസിബ്. ഖുർആൻ അല്ലാഹു ചെയ്ത വാഗ്ദാനമാണ്. എന്തില്ല, നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അതൊന്നും കിട്ടിയില്ല. പിന്നെ അതിന്റെ പോലെ ടെൻഷൻ അടിച്ചിട്ട് ആയുസ് വരേണ്ട ആവശ്യമില്ല, ആരോഗ്യം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ. നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സിലത്തുൽ അർഹാം, കുടുംബ ബന്ധം ചേർക്കുക. ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തിക്കൂടും, പ്രത്യേകിച്ച് കുടുംബ ബന്ധം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വഅൻ യുൻസഅ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമഹു. ആരെങ്കിലും അവന്റെ റിസ്ഖിൽ വിശാലത കിട്ടാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, റിസ്ഖിൽ നല്ല ഖൈർ സമൃദ്ധി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ. എന്നാൽ അവന് ദീർഘായുസ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ. കുടുംബബന്ധം അവന്റെ റിസ്ഖിൽ വിശാലത കിട്ടാൻ കാരണമാകുന്ന ഒരു ഇബാദത്തായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നാലാമത്തത് സിലത്തുൽ അർഹാം, കുടുംബബന്ധം. 5 അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖകളായിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. യബ്ന ആദം അൻഫിഖ് ഉൻഫിഖ് അലൈക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഉൻഫിഖ് അലൈക്, നിന്റെ മേൽ ചെലവഴിക്കപ്പെടും. നീ എത്ര കണ്ട് കൊടുക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു നിനക്ക് നൽകും. മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, ഒരാളുടെ സമ്പത്തിൽ നിന്നും ഇന്നേ വരെ സദഖ ഒരു കുറവും വരുത്തിയിട്ടില്ല. സദഖ എത്ര കണ്ട് കൊടുക്കുന്നു അതിന്റെ ഇരട്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. തീർച്ചയായും ഒരു സംശയം വേണ്ടത്. അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികരിപ്പിച്ചു കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ. എല്ലാ ദിവസവും രാവിലെ 2 മലക്കുകൾ ഇറങ്ങി വരും, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഫയഖൂലു അഹദുഹുമ, അതിലൊരാൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. രണ്ടാമത്തെ ആൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. ഒരാളുടെ ദുആ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആൾക്കാർക്ക് നീ പകരം കൊടുക്കണമേ. എല്ലാ ദിവസവും രാവിലെ മലക്കിന്റെ ദുആ, അതിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമാണ്. അല്ലാഹു നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ കൊടുക്കണം. വഅഅതി മുംസികൻ തലഫ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ കൊടുക്കാതെ പിടിച്ചു വെച്ചത്, ആർക്കും കൊടുക്കാതെ ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് എന്റേത് മാത്രം എന്ന നിലയിൽ ഇങ്ങനെ കെട്ടിക്കൂട്ടി വെച്ചവൻ തലഫ, അവന്റെ സമ്പത്തിന് നീ നാശം വരുത്തണേ. മലക്കിന്റെ ദുആ, എല്ലാ ദിവസവും മലക്ക് നമ്മുടെ സമ്പത്തിനെതിരെ ദുആ ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയ അവസ്ഥ. ആരെയും കൊടുക്കാതെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചവന്റെ സമ്പത്തിനെതിരെ മലക്കിന്റെ ദുആ ഓരോ സുബഹിക്ക് ശേഷവും. കൊടുക്കുന്ന ആളാണെങ്കിലോ നിത്യമായിട്ട് മലക്ക് ദുആ ചെയ്യും ഓരോ ദിവസവും രാവിലെ, അല്ലാഹുവേ അവന് നീ പകരം കൊടുക്കണേ. നമുക്ക് ഇരട്ടിപ്പിച്ച് അല്ലാഹു നൽകും. കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവൻ ഓരോ ദിവസവും രാവിലെ മലക്കിന്റെ ശാപപ്രാർത്ഥന, അല്ലാഹു അവന്റെ സമ്പത്തിനെ നീ നശിപ്പിക്കണേ. അപ്പോ ആറാമത്തെ എന്താണ്? അള്ളാഹിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിച്ചാൽ പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ പിറകെ അധികം ഓടേണ്ടി വരില്ല. കുറച്ചെന്തെങ്കിലും ചെയ്ത് സമ്പാദിക്കുക. ആ സമ്പാദ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് തരും.
ബർക്കത്ത് എന്ന് പറയുമ്പോൾ ഇതുവരെ 20,000 ശമ്പളമായിരുന്നു, ഇനി അങ്ങോട്ട് 30,000 എന്നല്ല. ആ 20,000-ൽ ചെലവ് കഴിച്ച് ബാക്കി ഉണ്ടാവും. അതാണ് ബർക്കത്ത്. ആ കിട്ടിയതിൽ സുഖമായിട്ട് ജീവിക്കാൻ കഴിയും. അതിനാണ് പ്രിയപ്പെട്ട ബർക്കത്ത് എന്ന് പറയാം. അപ്പം ബർക്കത്തിനോട് ദുആ ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. കച്ചവടത്തിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യസന്ധത, തഖ്വ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാർ മാ ലം യതഫറഖ. രണ്ട് കച്ചവടക്കാർ, അവര് ഇൻ ബയ്യന, കച്ചവടത്തിൽ സദഖ വ ബയ്യന, സത്യസന്ധത പാലിക്കുകയും എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കി തുറന്ന് പറയുകയും ചെയ്താൽ, വസ്തുവിൽ എന്തെങ്കിലും ന്യൂനതകൾ അത് തുറന്ന് പറയുകയും ചെയ്താൽ, ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, അവർ രണ്ടാൾക്കാർക്ക് എന്ത് ചെയ്യും? കച്ചവടത്തിൽ ബർക്കത്ത് നൽകപ്പെടും. ഇൻ വഇൻ കതമ വകദബ, ന്യൂനതകൾ മറച്ചു വെക്കുകയും കളവ് പറയുകയും ചെയ്ത് കച്ചവടം ചെയ്താൽ, മുഹിഖത് ബറകതു ബൈഇഹിമാ, അവരുടെ കച്ചവടത്തിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും, ഇല്ലാതാവും. അവിടെ കുറേ കച്ചവടം ചെയ്ത് സമ്പാദിക്കണല്ലോ. ഒരു ദിവസം എനിക്ക് ഇത്ര ലാഭം കിട്ടി, ഇത്ര അധികരിച്ചൊന്നല്ല. സത്യസന്ധമായി കച്ചവടം ചെയ്ത് എത്ര കുറച്ചാണ് ലാഭം കിട്ടിയതെങ്കിലും അതിൽ അല്ലാഹു ബർക്കത്ത് തരും. അതിൽ സുഭിക്ഷമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും, ബാക്കി ഉണ്ടാവും. നേരെ പറ്റിപ്പോ മറ്റുള്ള ആൾക്കാരെ പറ്റിച്ച് വഞ്ചിച്ചാണ്, കളവ് പറഞ്ഞിട്ടാണ് കച്ചവടം ചെയ്തതെങ്കിലോ ഇത്ര ലാഭം കിട്ടിയിട്ടുണ്ടാവും, നല്ല ലാഭം ഉണ്ടാവും. പക്ഷെ മുഹിഖത് ബറകതു ബൈഇഹിമാ, ആ സമ്പത്ത് അവനക്ക് ഉപകാരപ്പെടൂല, അത് അല്ലാഹു നശിപ്പിച്ചോളയും. അവന് പിന്നെയും ദാരിദ്ര്യം, അവന്റെ കൺമുന്നിൽ എപ്പോഴും ദാരിദ്ര്യം. പൈസ ഇനിയും ആവശ്യക്കാരനായിട്ട് അവൻ അതിലേക്ക് മാറും. അവിടെ പ്രിയപ്പെട്ടവർ, ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകും, റിസ്കിൽ ബർക്കത്ത് നൽകും, വിശാലത നൽകും, ഖൈർ നൽകും. എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ, അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരടിമ എങ്ങനെ ജീവിക്കാനാണോ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.